ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ജീരകവെള്ളം കുടിച്ചു. പിന്നെ കുറച്ച് മുട്ട പുഴുങ്ങായിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് കാപ്പി കൊടുത്തു. പിന്നെ കാശൊക്കെട്ടാൻ വന്ന് കുറച്ച് കൊഞ്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് പോയി. പിന്നെ എന്താ ഇതെന്നും ഇവിടെ സ്ഥിരം ഒരു അതിഥിയാണ് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ പൂച്ചയാണ്. ഇവിടുത്തെ അല്ല, കാശിക്കുട്ടൻ്റെ വളർത്തു പൂച്ചയാണ്. പിന്നെ രാവിലെ തന്നെ കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മി വെച്ചു. ഈ ഒരു മെഷീനുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇതാണ് കേട്ടോ, ഭയങ്കര പണി എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ തേങ്ങയൊക്കെ തിരുമ്മി വെച്ചു. അപ്പോൾ രാവിലെ തന്നെ ഉച്ചക്കത്തെ പരിപാടികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ, കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ രാവിലെ എന്താ മോര് കറി, പിന്നെ ഇവിടെ എളുപ്പപ്പണിയൊക്കെ ഞാൻ കുറച്ച് ചെറുപയറും വൻപയറും ഒക്കെ ആയിരിക്കും മിക്കവാറും തോരൻ വെക്കുക. അപ്പോൾ അതൊക്കെ നേരത്തെ തന്നെ സെറ്റാക്കി വെച്ചു. ഇനിയിപ്പോൾ സ്കിൻ കെയറിലൊക്കെ കിടക്കാം കേട്ടോ. അപ്പോൾ ഒരു സ്ക്രബാണ് ഞാൻ ചെയ്യുന്നത്, കോഫി സ്ക്രബ്. അപ്പോൾ ഇതിനിടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ. ഇപ്പോൾ കോളേജ് തുടങ്ങിയ ശേഷം ഇടയ്ക്ക് ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട്. ഇതുപോലെ സമയം കിട്ടുമ്പോൾ ഞാൻ ചെയ്യും. കോഫി, പഞ്ചസാര, പിന്നെ തൈര് ഇത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ സ്ക്രബ് ചെയ്യും. പിന്നെ എൻ്റെ കയ്യിൽ ഒരു ഐ മാസ്കും പിന്നെ അല്ലാതെ ഷീറ്റ് മാസ്കും ഉണ്ട്. അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്യും. ഇതാണ് കേട്ടോ. ഇത് ഞാൻ പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചതാണ്, അല്ല സോറി, അത് സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് ഇത് ഞാൻ മന്ത്ലി വൺസ് ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഈ ഒരു ഐ മാസ്ക് വെച്ചിട്ട് മുകളിൽ ഞാൻ ഷീറ്റ് മാസ്ക് വയ്ക്കും. അങ്ങനെ ഞാൻ ചെയ്യാറ്. ഈ ഒരു ഷീറ്റ് മാസ്ക് നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഞാൻ ഇതിൻ്റെ പല വേരിയൻറ്റ് വാങ്ങിച്ച് വയ്ക്കാറുണ്ട്. ചിലത് ബ്രൈറ്റനിങ് ആയിരിക്കും, ചിലത് നമുക്ക് ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. ഇത് ഞാൻ ഹൈഡ്രേറ്റഡ് ഉള്ളതാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ട് രാത്രിയിലാണ്, നൈറ്റാണ് സാധാരണ ഇത് യൂസ് ചെയ്യാറ്. നൈറ്റ് ആകുമ്പോൾ കുറച്ചൊരു എഫക്റ്റ് ആയിരിക്കും. എനിക്കങ്ങനെ ടൈം കിട്ടുമ്പോൾ ഞാനിപ്പോൾ ചെയ്യാറുള്ളൂ. പിന്നെ അതും കഴിഞ്ഞിട്ട് കുറച്ച് നേരം പഠിച്ചതിന് ശേഷം ചായ കുടിക്കാൻ നേരത്തെ വന്നതാണ്. അപ്പോൾ ചായ കുടിക്കാൻ എടുത്തപ്പോഴാണ് ഓർത്തത് ഇവിടെ മിച്ചർ ഇരിപ്പുണ്ട്. മിച്ചർ വെച്ചിട്ട് നമ്മളിങ്ങനെ സവാളയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് സാലഡ് പോലെ നമ്മളിങ്ങനെ കഴിക്കാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചായ കൊണ്ടിരുന്നപ്പോഴാണ് അത് ഓർത്തത്. പിന്നെ പെട്ടെന്ന് വന്നിട്ട് അതൊക്കെ ഉണ്ടാക്കിയിട്ട് പോയി ചായ കുടിക്കാൻ പോവാണ്. ഞാനിങ്ങനെ ഒരു 10 ഡേ ബ്ലോഗായിട്ട് സ്റ്റാർട്ട് ചെയ്താലെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അടുപ്പിച്ച് അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അതിനുള്ള കണ്ടൻസ് ഒന്നും എൻ്റെ കയ്യിൽ അങ്ങനെ ഇല്ല. പറ്റുവാണെങ്കിൽ ഞാൻ എടുക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കാശുകൊണ്ടേയും പഠിപ്പിച്ചിട്ട് അവൻ്റെ എക്സിബിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ചെറിയൊരു കുട്ടി സാധനം ഇങ്ങനെ എനിക്ക് സമയം പോയി ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ കുറച്ച് എനിക്ക് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നോട്ട്സ് ഇപ്പറങ്ങളൊക്കെ ഞാൻ കുറച്ച് അവധിയൊക്കെ എടുത്തിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് നോട്ട്സ് എഴുതാനും പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റിൽ മേലൊക്കെ കഴുകിയിട്ട് ഫേസ് ക്രീം അപ്ലൈ ചെയ്യുകയാണ്. ഇത് ഞാൻ ഡെയിലി ചെയ്യാറുള്ളതാണ് കേട്ടോ. ഇത് ഞാനൊരു ഗോൾഡ് എന്തോ ആണ്. അപ്പോൾ അതും തേച്ചതിന് ശേഷം കാശുകൊണ്ടാണ് ഇങ്ങനെ വർത്താനം പറയാം. അവനിങ്ങനെ ഉറങ്ങാൻ നേരത്ത് നല്ല വർത്താനം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. സീ യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.